പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, മാർച്ച് മാസത്തിൻ്റെ ആദ്യവള്ളി ദിവസമാണിന്ന്. ഇന്നതുപോലെ വലിയ നോമ്പിലെ 19-ാം ദിവസവുമാണ്. എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഈ തിരുവചന ചിന്തകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈശോയുടെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഓർമ്മ പ്രത്യേകമായി നമ്മൾ ഈ വെള്ളിയാഴ്ച, ആദ്യ വെള്ളിയാഴ്ച അനുസ്മരിക്കുന്നു. വിശുദ്ധ കുരിശിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ഈശോയുടെ തിരുരക്തവും ജലവും നമ്മളെ വിശുദ്ധീകരിക്കട്ടെ. കുരിശ് നമുക്ക് സംരക്ഷണമായിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയിൽ നിന്ന് വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 12-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ദൈവരാജ്യത്തെ പ്രധാനമായി അന്വേഷിക്കണം, മറ്റ് കാര്യങ്ങളെക്കാൾ കൂടുതൽ തീക്ഷ്ണതയോടെ അതിനെ തേടണമെന്നാണ് ഈശോ ഇന്ന് നമുക്ക് പറയുന്നത്. തിരുവചനം പറയുന്നു, ജീവനെപ്പറ്റിയോ ഭക്ഷണത്തെപ്പറ്റിയോ ശരീരത്തെപ്പറ്റിയോ വസ്ത്രത്തെപ്പറ്റിയോ ആകുലരാകേണ്ട എന്ന് ഈശോ പറയുന്നതിൻ്റെ അർത്ഥം ഇവയെക്കുറിച്ച് ആകുലപ്പെടേണ്ട കാര്യമില്ല, എന്നാൽ ഇവയേക്കാൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആകുലപ്പെടണം എന്നുകൂടിയാണ് അതിൻ്റെ അർത്ഥം. നല്ല അർത്ഥത്തിലാണ് ആകുലതയെ ഇവിടെ ഈശോ വേണം എന്ന അർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. ഈശോ തിരുവചനത്തിൽ പറയുന്നല്ലോ, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യം അന്വേഷിക്കുക, ബാക്കിയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. ഈ ഭൂമിയിലേക്ക് വേണ്ട കാര്യങ്ങൾ, ജീവനോ ഭക്ഷണമോ ശരീരമോ വസ്ത്രമോ, അതിനെക്കുറിച്ച് ആകുലരാകേണ്ട എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മുടെ ആകുലത വർദ്ധിപ്പിക്കരുത്, മറിച്ച് ആത്മാവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ആകുലത ഉണ്ടാവണം, നമുക്ക് അന്വേഷണം ഉണ്ടാവണം എന്ന് തന്നെയാണ് ഈശോ ഓർമ്മിപ്പിക്കുന്നത്. ഇത് ലൂക്കാസ് സുവിശേഷത്തിൽ നിന്നാണ്. ഇതേ കാര്യം മത്തായി സുവിശേഷകൻ പറയുമ്പോൾ ഒരു വാക്കുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യം അന്വേഷിക്കുക, ബാക്കിയെല്ലാം അവയോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. ഒരു മുൻഗണനാക്രമത്തെക്കുറിച്ച് ഇവിടെ നമ്മൾ കാണുന്നു. ആദ്യം ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നു. ജീവിതത്തിലും പ്രായോഗിക ജീവിതത്തിലും ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് നമുക്ക് ഈ മുൻഗണനാക്രമം. ഓരോ കാര്യങ്ങൾക്കും ഏതിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്, ഒന്നാമതായി, രണ്ടാമതായി, മൂന്നാമതായി, അങ്ങനെ ചെയ്യുന്ന ജീവിതത്തിനാണ് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആത്മീയ കാര്യത്തിലും ഒരു മുൻഗണനാക്രമം നമുക്ക് ആവശ്യമാണ്. ഈ നോമ്പുകാലം നമ്മുടെ ജീവിതത്തിൻ്റെ മുൻഗണനാക്രമങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമാണ്, സമയമാണ്. ഈശോ പറയുന്ന പോലെ ആദ്യം ദൈവത്തിന് വേണ്ടി ഉള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ നമുക്കൊരു മനസ്സുണ്ടോ, സന്നദ്ധതയുണ്ടോ? ഈശോ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുകയോ അന്വേഷിക്കാതിരിക്കുകയോ ചെയ്താൽ നിനക്ക് എന്ത് പ്രയോജനം? സ്വന്തം ജീവന് പകരമായി എന്തു കൊടുക്കും? ഈശോ പറയുന്ന കാര്യം ആത്മാവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ലോകം മുഴുവൻ നേടി, പക്ഷേ ആത്മാവ് നഷ്ടപ്പെട്ടു, എന്ത് പ്രയോജനം? ഈ നോമ്പുകാലം നമ്മുടെ ആത്മീയ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന സമയമാണ്. നമുക്ക് ആത്മശോധന ചെയ്യാം. നമ്മുടെ പ്രാർത്ഥനയെ നമ്മൾ എങ്ങനെ കാണുന്നു? പലരും അതിനെ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ പോലെയാണ്. അത്യാവശ്യം വരുമ്പോൾ ഓടിച്ചെന്നെടുത്ത് ഉപയോഗിക്കുക, അല്ലാത്തപ്പോൾ ശ്രദ്ധിക്കാതിരിക്കുക. പ്രാർത്ഥന നമുക്ക് ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ പോലെ ആയി മാറുന്നുണ്ടോ? കുമ്പസാരം ഒരു പക്ഷേ തിരുസഭയുടെ കൽപ്പനകൾ പറയുന്നിടത്ത് ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കുക എന്ന് പറയുമ്പോൾ അത് ആണ്ടിലൊരിക്കൽ ചെയ്താൽ മതി എന്നൊരു ലാഘവബുദ്ധിയോടെ നമ്മൾ അതിനെ എടുക്കുന്നുണ്ടോ? അത് അടുക്കലടുക്കൽ ആ കുമ്പസാരത്തെ നമ്മൾ സ്വീകരിക്കുന്നുണ്ടോ? അതുപോലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ട് വിശുദ്ധ കുർബാന കൈക്കൊള്ളാതെ ഈശോയെ സ്വീകരിക്കാതെ പോകുന്നവരാണോ നമ്മൾ? ഉപവാസവും നോമ്പുകാലവും ഒക്കെ വരുമ്പോൾ അതൊക്കെ പൊതുവിൽ എല്ലാവർക്കും ഉള്ളതാണ്, ഞാൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു ഉദാസീന ചിന്ത എനിക്കുണ്ടോ? എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ എത്രമാത്രം ഗൗരവത്തോടെ കാണുന്നു? വിശുദ്ധ ഗ്രന്ഥം വിശുദ്ധ കുർബാനയിൽ വായിച്ച് കേൾക്കുന്നതല്ല, അത് വ്യക്തിപരമായി വായിക്കാനും ധ്യാനിക്കാനും ഒക്കെ ഞാൻ എന്ത് ആത്മീയ പ്രയോറിറ്റി, എന്ത് ആത്മീയ മുൻഗണനാക്രമം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കാണിക്കുന്നുവെന്ന് ആത്മശോധന ചെയ്യാം. ഇന്ന് പരിശുദ്ധ ലിയോ 14 മാർപ്പാപ്പ ലോകത്തോട് മുഴുവൻ ആഹ്വാനം ചെയ്തിരിക്കുന്നു. ലോകത്തിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളുടെ കെടുതികളെല്ലാം അവസാനിച്ച് എത്രയും പെട്ടെന്ന് സമാധാനം ഉണ്ടാകാനും പ്രത്യേകിച്ച് അതിൽ മരിച്ചവരെയും മുറിവേറ്റവരെയും ഒക്കെ ആശ്വസിപ്പിക്കാനുമൊക്കെയായി ദൈവികമായ സമാധാനം ഈ ഭൂമിയിലേക്ക് മുഴുവൻ ഇറങ്ങുന്നതിനായി ഇന്ന് പ്രത്യേക പ്രാർത്ഥനാ ദിനമായി ആചരിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയെ, നമ്മുടെ ആത്മീയ കാര്യങ്ങളെ നമുക്ക് വലിയ മുൻഗണനാക്രമത്തിൽ ഒന്നാമതായി പ്രതിഷ്ഠിച്ച് കാണാം, നല്ല പ്രയോറിറ്റിയിൽ കാണാം. നമുക്ക് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാം.
ഈശോ പറഞ്ഞു, എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കാത്തതായിട്ടൊന്നുമില്ല. ലോകത്തിൽ അസമാധാനവും യുദ്ധവും ഒക്കെ മാറി ശാന്തിയും സമാധാനവും ഉണ്ടാകാനായി പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റീസ് ഏതാണെന്ന് ചിന്തിച്ച് അതിൽ ദൈവത്തെ ഒന്നാമത് നിർത്താനും ദൈവിക കാര്യങ്ങൾക്ക് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കാനും പരിശ്രമിക്കാം. ഈ ആദ്യ വെള്ളിയാഴ്ച ദിവസം നമുക്ക് വലിയ അനുഗ്രഹത്തിൻ്റെയും വലിയ സ്വർഗീയമായ ആനന്ദത്തിൻ്റെയും അവസരമാവട്ടെ. ആമേൻ.